സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക വടിനോട് തനിക്കിനി നാടകം തുടരാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വരുൺ ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നും പ്രിയങ്ക വാശി പിടിക്കുവാണ്. ഈ സമയം വരുണാണെങ്കിൽ അതിന് വലിയ മൈൻഡ് ആക്കുന്നില്ല. ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെ വരുൺ പറയുമ്പോൾ ദേഷ്യം വന്ന പ്രിയങ്ക കഴുത്തിൽ കിടക്കുന്ന താലി എടുത്ത് പൊട്ടിച്ച് അത് ദൂരേക്ക് വലിച്ചെറിയുവാണ് കേട്ടോ. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ പ്രിയങ്കയെ ചതിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തിൽ പോകുവാണ്. ഇതൊക്കെ കണ്ടിട്ടും വരുൺ വലിയ ഭാവമാറ്റം ഇല്ലാതെ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കണ്ട കൽപ്പന ഓടി ഗൗതമിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. പ്രിയങ്കയുടെ കഴുത്തിൽ താലിയില്ലെന്നും അവൾ ആ താലി പൊട്ടിച്ചെറിഞ്ഞെന്നും ഗൗതത്തിനോട് പറയുക. ഈ വിവരം ഇപ്പം തന്നെ എനിക്ക് അമ്മയെ മുത്തശ്ശി അറിയിക്കണം. അവരെ തെളിവോടുകൂടി ഈ കാഴ്ച കാണിച്ചു കൊടുക്കണം. അവളുടെ കഴുത്തിൽ താലിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കും. അങ്ങനെ കൽപ്പന നേരെ മുത്തശ്ശിയുടെയും പത്മിനിയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുവാണ്. കൽപ്പന ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരേത് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ കൽപ്പനയോട് ദേഷ്യപ്പെടുക. നിനക്ക് വേറെ പണിയില്ലേ, വീണ്ടും ഓരോ കഥകളുമായിട്ട് വന്നിരിക്കുന്നു. അന്നേരം കൽപ്പന പറയണേ, ശരി ഞാൻ പറഞ്ഞത് വിശ്വസിക്കണ്ട, അവളുടെ കഴുത്തിൽ താലിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അമ്മയും മുത്തശ്ശി വിശ്വസിക്കില്ലേ, രണ്ടാളും എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് കൽപ്പന മുത്തശ്ശീനെയും അമ്മയും കുട്ടി പ്രിയങ്കയുടെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതേസമയം പ്രമോയിൽ കാണിക്കുന്നത് വരുണാണെങ്കിൽ പ്രിയങ്ക വലിച്ചെറിഞ്ഞ താലിയുണ്ടല്ലോ അത് ആ കാട്ടിൽ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. ഈ സമയം ഗൗതമിൻ്റെ ഒരു ഗുണ്ടയും കൂടി വരുണിനെ ഫോളോ ചെയ്ത് അവിടെ എത്തുവാണ്. അങ്ങനെ അവർ ചെടികൾക്കിടെ മറഞ്ഞു നിൽക്കുവാണ്. ഇതേസമയം വരുൺ താലി അന്വേഷിച്ച് പോകുമ്പോൾ ഇലകൾക്കിടെ കുരുങ്ങിക്കിടന്നിരുന്ന താലി വരുൺ കാണുവാണ് കേട്ടോ. അങ്ങനെ വരുൺ ആ താലി കയ്യിലേക്ക് എടുക്കുവാണ്. ഈ സമയം ഗൗതമിൻ്റെ ഗുണ്ട വരുണിൻ്റെ മുമ്പിലേക്ക് എത്തുവാണ്. അങ്ങനെ വരുണിനെ ആക്രമിക്കാൻ വന്ന അയാളെ വരുൺ അടിച്ചൊതുക്കുവാണ്. വരുണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾ ഓടിപ്പോകുന്നുണ്ട്. വരുണും അയാളുടെ പിന്നാലെ തന്നെ ഓടുക. ഇതൊക്കെ കണ്ട ടെൻഷനോട് കൂടി അവിടെ മറഞ്ഞു നിൽക്കുവാണ് ഗൗതം. പിന്നീട് കാണിക്കുന്നത് രാധിക പൂജാമുറിയിലെ ഭഗവാന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. എന്നിട്ട് വരുൺ കിട്ടിയ ആ താലിയുണ്ടല്ലോ അതിങ്ങനെ കയ്യിലെടുത്ത് അതിലേക്ക് സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. വരുൺ താലി കിട്ടിയ ആ നിമിഷങ്ങളൊക്കെ ഓർത്തിട്ട് രാധിക കരയുവാണ്. എന്നിട്ട് പറയണേ, നാളെ മറ്റൊരാളുടെ താലി എൻ്റെ കഴുത്തിൽ വരും. ഈ താലി എൻ്റെ കഴുത്തിലെത്തിയ കാരണം ഇത് നീ തന്നെയല്ലേ ഭഗവാനെ, അപ്പോൾ നീ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം. ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. നീ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ എന്നും പറഞ്ഞ് ഭഗവാന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് രാധിക. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്